ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെസ് കോൺസെൻട്രേഷനെ പറ്റിയാണ്. ഇപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ലോക്കലൈസ്ഡ് ഇൻക്രീസ് ഇൻ സ്ട്രെസ് ഡ്യൂ ടു ഡിസ്കണ്ടിന്യൂറ്റി ഓർ സ്ട്രെസ് റേസർ ഈസ് കോൾഡ് സ്ട്രെസ് കോൺസെൻട്രേഷൻ. ഇപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കലൈസ്ഡ് ആയിട്ട് സ്ട്രെസ്സിനുണ്ടാവുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നത്? അതാണ് പറഞ്ഞിരിക്കുന്നത് ഡ്യൂ ടു ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പം ചിലപ്പോൾ അത് ജോമെട്രിക്കൽ ഡിസ്കണ്ടിന്യൂറ്റി ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ മെറ്റീരിയൽ ഡിസ്കണ്ടിന്യൂറ്റി ആകാം, അല്ലെങ്കിൽ സ്ട്രെസ് റേസർ കാരണമാകാം. സ്ട്രെസ് റേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് റേസർ ഇസ് ദി ലൊക്കേഷൻ ഇൻ ആൻ ഒബ്ജക്റ്റ് വെയർ സ്ട്രെസ് ഈസ് കോൺസെൻട്രേറ്റഡ്. അപ്പോൾ അതൊരു പർട്ടിക്കുലർ ലൊക്കേഷനാണ്, അവിടെ എന്തുണ്ടാകുന്നുണ്ട്, സ്ട്രെസ്സിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ ബിയോണ്ട് എലാസ്റ്റിക് ലിമിറ്റിൻ്റെ മുകളിൽ ഡീഫോം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഫുള്ളി എന്ത് ചെയ്യത്തില്ല, ഒറിജിനൽ പൊസിഷനിലേക്ക് അത് റീറ്റെയിൻ ചെയ്യത്തില്ല. സം റെസിഡ്യുവൽ സ്ട്രെസ്സസ് വിൽ ബി ദെയർ അല്ലേ. ആ റെസിഡ്യുവൽ സ്ട്രെസ്സസ് എന്തിന് കാരണമായിട്ട് മാറും? സ്ട്രെസ് കോൺസെൻട്രേഷന് കാരണമായിട്ട് മാറും. ഇപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അത് നമ്മുടെ മെഷീൻ പാർട്സ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് എന്തെന്ന് പറയുന്നത് സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻ കാരണം എന്ത് സംഭവിക്കും? സ്ട്രെസ്സിന് ഇൻക്രീസ് ഉണ്ടാകും. അത് ഒരു ചെറിയൊരു മൈന്യൂട്ടൊരു ക്രാക്ക് ആണെങ്കിൽ പോലും അവിടെ 3 times വരെ നോർമൽ സ്ട്രെസ്സിനെക്കാട്ടിയും എന്ത് ഇൻക്രീസ് ചെയ്യും? ആ ലോക്കലൈസ്ഡ് റീജിയനിൽ സ്ട്രെസ്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു മെഷീൻ പാർട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു കൺസിഡറേഷൻ കൊടുക്കാതാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ചിലപ്പം ഈ മെഷീൻ പാർട്സ് ഈ പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴത്തേന് എന്ത് സംഭവിക്കാം? അതിന് ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഡിസൈൻ ഓഫ് മെഷീൻ പാർട്സിലൊക്കെ വളരെയധികം നമ്മൾ കൺസിഡർ ചെയ്യുന്ന, പ്രാധാന്യത്തോടെ കൺസിഡർ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് എന്തെന്ന് പറയുന്നത് സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത വരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ലാർജ് പ്ലേറ്റാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ പ്ലേറ്റിൽ ഒരു യൂണിഫോമായിട്ടുള്ള ടെൻസൈൽ സ്ട്രെസ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് എസ് എന്ന് പറയുന്നത്. ഇനിയും ഈ ഒരു ലാർജ് പ്ലേറ്റിൽ സെൻറ്ററിൽ നമ്മൾ ചെറിയൊരു ഹോള് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹോൾ ഇല്ലായിരുന്നെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ പെർ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഏതൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും ഏതൊരു യൂണിറ്റ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്താലും അവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? എസ് എന്ന് പറയുന്ന സ്ട്രെസ് തന്നെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആ ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ഹോൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, വളരെ ചെറിയൊരു ഹോളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആ ഒരു ഹോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഹോളിൻ്റെ പ്രസൻസ് കാരണം ഈ സ്ട്രെസ്സിൻ്റെ നാച്ചുറലായിട്ടുള്ള ഫ്ലോയ്ക്ക് എന്ത് സംഭവിക്കും? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പോൾ അത് കാരണം ഈ ഹോളിൻ്റെ സറൗണ്ടിങ്ങിൽ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാകും. അത് ലോക്കലൈസ്ഡ് റീജിയനിലായിരിക്കും ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ എഫക്റ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റെഡ്യൂസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ലെങ്ത് എത്തുമ്പോൾ നമുക്കറിയാം സെയിൻറ്റ് വിനാൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ ഒരു പ്ലേറ്റിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ലോക്കലൈസ്ഡ് റീജിയനിൽ മാത്രമേ ഈ സ്ട്രെസ്സിൻ്റെ കോൺസെൻട്രേഷൻ്റെ എഫക്റ്റ് കാണത്തുള്ളൂ. അതിൻ്റെ ബിയോണ്ടായിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ സ്ട്രെസ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഈ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ നോമിനൽ സ്ട്രെസ് തന്നെയായിരിക്കും ബാക്കി എല്ലാ റീജിയനിലും ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു പ്ലേറ്റിൻ്റെ വിഡ്ത്ത് നമ്മളൊരു ഡയമീറ്ററായി എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അത്രയും സർക്കിളിനകത്തിൽ എന്ത് കാണും? ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അപ്പം ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എല്ലാ ആംഗിളിൽ എന്ന് പറഞ്ഞാൽ ഈ ഹോളിൻ്റെ സറൗണ്ടിങ്ങിൽ ഒരുപോലെ ആയിരിക്കത്തില്ല. ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ചിലപ്പോൾ കൂടുതലായിരിക്കും, ചില പർട്ടിക്കുലർ ആംഗിൾ എന്തായിരിക്കും? അത് കുറവായിരിക്കും. അപ്പം ആംഗിളിനനുസരിച്ച് നമ്മളെടുക്കുന്ന ഓറിയൻറ്റേഷൻ അനുസരിച്ച് ഈ സ്ട്രെസ്സിൻ്റെ കോൺസെൻട്രേഷന് വ്യത്യാസം വരും. ഓക്കെ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കലൈസ്ഡ് ആയിട്ട് സ്ട്രെസ്സിനുണ്ടാവുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഡിസ്കണ്ടിന്യൂറ്റി കാരണമാകാം. ഇവിടെ വരച്ചിരിക്കുന്നത് എന്താണ്? ജോമെട്രിക്കൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാകും. മനസ്സിലായോ? ജോമെട്രിക്കൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടായതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു? സ്ട്രെസ്സിന് ഇൻക്രീസ് സംഭവിച്ചു. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് സ്ട്രെസ് റേസർ കാരണമാകാം, അല്ലെങ്കിൽ റെസിഡ്യുവലായിട്ടുള്ള സ്ട്രെസ്സസ് കാരണമാകാം അവിടെ എന്തുണ്ടാകുന്നത്? സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് കണ്ടീഷൻസ് ദാറ്റ് കോസ് സ്ട്രെസ് കോൺസെൻട്രേഷൻസ്. എന്തൊക്കെ കണ്ടീഷൻസ് ആണ് സ്ട്രെസ് കോൺസെൻട്രേഷന് കാരണമാകുന്നത്? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് അബ്രപ്റ്റ് ചേഞ്ചസ് ഇൻ സെക്ഷൻ സച്ച് ആസ് ഹോൾസ്, കീവേസ് എക്സെട്ര. അപ്പം നമ്മളൊരു മെഷീൻ കമ്പോണൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിനകത്ത് ഏതെങ്കിലും ഹോൾസിൻ്റെയോ അല്ലെങ്കിൽ കീവേസിൻ്റെയോ ഒക്കെ പ്രസൻസ് ഉണ്ടെങ്കിൽ
അവിടെ സ്വാഭാവികമായിട്ടും ഒരു ജോമെട്രിക്കൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു സെക്ഷന് അബ്രപ്റ്റായിട്ടൊരു ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ഈ ചേഞ്ച് ഉണ്ടായ ആ ഒരു റീജിയണിൽ, ലോക്കലൈസ്ഡ് റീജിയണിൽ സ്ട്രെസ്സിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ബാക്കിയുള്ള റീജിയൻ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ അവിടെ എല്ലാം നോമിനൽ സ്ട്രെസ്സും ഈ ചേഞ്ച് ഉണ്ടായ, അല്ലെങ്കിൽ ഏതിൻ്റെ പ്രസൻസ് ആണോ അവിടെ ഉണ്ട്, ഹോൾസിൻ്റെ പ്രസൻസ് ആണെങ്കിൽ ആ ഹോൾസിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള റീജിയണിൽ സ്ട്രെസ്സിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് പ്രഷർ അറ്റ് ദി പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞ രണ്ട് ഗിയർ ടീത്തുകൾ വന്ന് മെയ്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഓഫ് കോൺടാക്റ്റിൽ അവിടെ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു പ്രഷർ ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു പ്രഷർ കാരണം അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാകാം. അതുപോലെ ബോൾ ബിയറിങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് നമ്മളൊരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ബിയറിംഗ് കണക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പം ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തിൽ ഈ ബിയറിങ്ങിനകത്തുള്ള ബോൾസ് ആ ബിയറിംഗ് സർഫസിൽ എന്ത് ചെയ്യുന്നുണ്ട്? കിടന്ന് റോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവിടെ ആ ബോളും ബിയറിങ്ങിൻ്റെ സർഫസും തമ്മിൽ എന്തുണ്ടാകുന്നുണ്ട്? ഒരു പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് ഉണ്ട്. ആ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റിലും എന്തുണ്ടാകുന്നുണ്ട്? സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇനിയും വേറൊരു കണ്ടീഷൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് മെറ്റീരിയൽ ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ്. ഇപ്പോൾ അതിന് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ മെറ്റൽസ്, ഇപ്പോൾ സ്റ്റീലോ കോപ്പറോ പോലുള്ള മെറ്റൽസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ മെറ്റൽസ് ചിലപ്പോൾ നോൺ മെറ്റാലിക് ഇൻക്ലൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഒരു മെറ്റീരിയൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടായി. ആ മെറ്റീരിയൽ ഡിസ്കണ്ടിന്യൂറ്റി കാരണം എവിടെയാണോ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടായത് അതിൻ്റെ സറൗണ്ടിങ് റീജിയണിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഡ്യൂ ടു റെസിഡ്യുവൽ സ്ട്രെസ്സസ് ഇൻ വെൽഡിംഗ്, കോൾഡ് വർക്കിംഗ് എക്സെട്ര. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആദ്യം ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ വെൽഡിംഗ് നമ്മൾ കൺസിഡർ ചെയ്താലും കോൾഡ് വർക്കിംഗ് നമ്മൾ കൺസിഡർ ചെയ്താലും അവിടെ എന്തുകൊണ്ട് സംഭവിക്കുന്നുണ്ട്? പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സംഭവിക്കുമ്പോഴത്തേന് അവിടെ ആ സ്ട്രെസ്സ് ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നില്ല? റിലീവ് ആവുന്നില്ല. കുറച്ച് റെസിഡ്യുവൽ സ്ട്രെസ്സസ് അവിടെ സ്റ്റോർ ചെയ്തിരിക്കും. ആ റെസിഡ്യുവൽ സ്ട്രെസ്സസ് കാരണം ആ ഒരു പർട്ടിക്കുലർ റീജിയണിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നമുക്കിപ്പം ഗ്രൈൻഡിങ്ങിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനകത്തിൽ ചിലപ്പോൾ ക്രാക്സ്, ഇപ്പോൾ വെൽഡിങ്ങിൻ്റെ കോൾഡ് വർക്കിൻ്റെ കേസോ അല്ലെങ്കിൽ ഗ്രൈൻഡിങ്ങിൻ്റെ കേസോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്തിൽ ക്രാക്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ക്രാക്സിൻ്റെ സറൗണ്ടിങ്ങിലും സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പറയുന്ന കുറച്ച് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് K എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ എഫക്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മാക്സിമം സ്ട്രെസ് ടു ദി നോമിനൽ സ്ട്രെസ്. അപ്പോൾ ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ മാക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ നോമിനൽ. ഈ സിഗ്മ നോമിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പോണൻറ്റിൽ ആക്ട് ചെയ്യുന്ന ആവറേജ് സ്ട്രെസ്സിനെയാണ് നമ്മൾ സിഗ്മ നോമിനൽ എന്ന് പറയുന്നത്. സിഗ്മ മാക്സ് എന്ന് പറയുന്നത് ആ കമ്പോണൻറ്റിൽ വന്നിരിക്കുന്ന മാക്സിമം സ്ട്രെസ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കിട്ടും. സപ്പോസ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കുക. 1 ആണെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താവണം? സെയിം ആണെന്ന് പറഞ്ഞാൽ മാക്സിമം സ്ട്രെസ്സും നോമിനൽ സ്ട്രെസ്സും അവിടെ എന്തായിട്ട് വരണം? സെയിം ആയിട്ട് വരണം. എന്ന് പറഞ്ഞാൽ അവിടെ ഏതിൻ്റെ പ്രസൻസ് ഇല്ല? സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ പ്രസൻസ് ഇല്ല. ഇനിയും Kയുടെ വാല്യൂ 1-നേക്കാട്ടിയും കൂടുതലാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ വാല്യൂ വരുന്നതെങ്കിൽ, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഏതുണ്ട്? സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ എഫക്റ്റ് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ എഫക്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അതാണ് ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.